സുഹൃത്തുക്കളെ, നേരിട്ട് സംഭാഷണത്തിലേക്ക് പോവാം. കേരളത്തിൻ്റെ മഹത്തായ ഒരു രാഷ്ട്രീയ ചിന്തകൻ്റെ കൂടെ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആ സന്തോഷം ആദ്യമേ പങ്കുവയ്ക്കുകയാണ്. കെ വേണുവിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. നേരിട്ട് നമുക്ക് സംഭാഷണത്തിൽ കിടക്കാം. പക്ഷേ ഇന്ന് നമ്മളെ പോലുള്ള സ്വതന്ത്ര ചിന്തകർ അല്ലെങ്കിൽ പുരോഗമനവാദികൾ എല്ലാം വളരെയധികം ദുഃഖത്തോടെ കാണുന്നതാണ് ഇന്ത്യയുടെ സാഹചര്യം. ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു മതരാഷ്ട്രീയം ശക്തമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളെല്ലാം പേടിപ്പെടുത്തിയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരെ തന്നെ റാന്തിക്കൊണ്ടുപോയി അവരുടേതായ രീതിയിൽ അവരുടെ പ്രത്യയശാസ്ത്രം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. നമ്മളെപ്പോലുള്ള പ്രവർത്തകർ, പ്രത്യേകിച്ച് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര ചിന്ത കാഴ്ചപ്പാട് പ്രവർത്തിക്കുന്ന ഈ വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ചിന്തകൻ എന്ന നിലയിൽ വേണുവിൻ്റെ അഭിപ്രായം ഞങ്ങൾക്കുള്ള ഒരു നിർദ്ദേശം പോലെ തന്നാൽ മതി. തീർച്ചയായിട്ടും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം അങ്ങേറ്റം ആശങ്കാജനകമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ വ്യവസ്ഥ, സമൂഹം എന്നെല്ലാം പൊതുവിൽ നമ്മൾ അവകാശപ്പെട്ടുകൊണ്ടിരുന്ന ഇന്ത്യ ഇന്നൊരു മതാധിഷ്ഠിത ഫാസിസത്തിൻ്റെ പിടിയിലകപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വലിയ ഭയാനകമായ യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. തീർച്ചയായിട്ടും അത് അങ്ങേറ്റം അപകടകരം തന്നെയാണ്. അത് കൂടുതൽ ശക്തമായ രീതിയിൽ അത്തരമൊരു അടിസ്ഥാനം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് അങ്ങനെ ഒരു യാഥാർത്ഥ്യമുള്ളപ്പോൾ തന്നെ അതിനൊരു മറുവശവും കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് 24 പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് മോദിയും കൂട്ടരും അവകാശപ്പെട്ടിരുന്നത് തങ്ങൾ 400 സീറ്റ് നേടി ഇന്ത്യയുടെ ഭരണഘടന തന്നെ ഭേദഗതി ചെയ്ത് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റും എന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് പൊതുവിൽ എല്ലാവരും തന്നെ നിരീക്ഷിച്ചിരുന്ന ഈ യാഥാർത്ഥ്യം ഏറെക്കുറെ അവർക്കത് ചെയ്യാൻ കഴിഞ്ഞേക്കും എന്ന് തന്നെയാണ് ഭയപ്പെട്ടിരുന്നത്. ജനാധിപത്യ മതേതര തലത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെപ്പോലുള്ളവരെല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു ആ ഭയത്തിലായിരുന്നു. എനിക്കും ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിയപ്പോൾ തന്നെ റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങി. വ്യത്യസ്തമായ ചിന്തകൾ ഓരോ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ഉൾപ്പെടെ, കാരണം പല ഘട്ടങ്ങളിലായി വളരെ ദിവസങ്ങളെടുത്തിട്ടാണ് ആ തിരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മുതൽക്ക് തന്നെ പ്രവണതകൾ പ്രകടമായിരുന്നു. അതായത് അങ്ങനത്തെ ഒരു മതാധിഷ്ഠിത സ്വേച്ഛാധിപത്യത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്നവരല്ല ജനങ്ങൾ എന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം പതുക്കെ വളർന്നു വരികയുണ്ടായി. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏറെക്കുറെ ഫലവും അങ്ങനെ തന്നെ. BJPക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ. വളരെയധികം ഇന്ത്യയിലെ മതേതര ജനാധിപത്യ സമൂഹത്തിൻ്റെ സ്വാഭാവികമായ കരുത്ത്, അടിത്തട്ടിൽ നിന്ന് തന്നെയുള്ള അതിൻ്റെ കരുത്താണ് അവിടെ പ്രകടമായത് എന്ന് ഞാൻ കരുതുന്നു. അതൊരു ചെറിയ കാര്യമല്ല. ഇന്ത്യൻ സമൂഹത്തിൻ്റെ വലിയൊരു ബലം തന്നെയാണത്. ഇന്ത്യയുടെ മതേതര ജനാധിപത്യ അടിത്തറയുടെ ചരിത്രം പരിശോധിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ഞാനൊക്കെ എൻ്റെയൊക്കെ ആദ്യ രാഷ്ട്രീയ ചിന്തയുടെ കാലത്ത് ഈ മഹാത്മാഗാന്ധിയെ അങ്ങേറ്റം ഒരു ഒരു സവർണ ഫ്യൂഡലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ജനാധിപത്യത്തിൻ്റെയൊക്കെ ശത്രു എന്ന രീതിയിലാണ് ആദ്യമൊക്കെ ഞങ്ങൾ വ്യാഖ്യാനിച്ചിരുന്നത്. പക്ഷേ പിൽക്കാലത്ത് സ്വതന്ത്രമായി
ഗാന്ധിയെ പഠിക്കാൻ ശ്രമിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. 1920 കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ബാലഗംഗാധര തിലകൻ മരിച്ചതിന് ശേഷം കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വം ഗാന്ധിയിലെത്തിയപ്പോൾ ഗാന്ധി നടത്തിയ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഹിന്ദു മുസ്ലിം സിഖ് സാഹോദര്യത്തിൽ അധിഷ്ഠിതമായിരിക്കും ഇനിയുള്ള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം. അത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ആ കാലം 48 കൊല്ലപ്പെടുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ അത് കൃത്യമായി തന്നെ നടപ്പിലാക്കപ്പെടുകയുണ്ടായി. ഗ്രാമാന്തരങ്ങളിൽ വരെ ഈശ്വര അള്ളാ തേരെ നാം പോലുള്ള പ്രാർത്ഥനാ ഗാനങ്ങൾ വരെ എത്തിച്ചിട്ട് സാധാരണക്കാരുടെ ഇടയിലേക്ക് തന്നെ മതസൗഹാർദ്ദത്തിൻ്റേതായ മതേതരത്വം എന്നുള്ള വാക്കൊന്നും ഗാന്ധി ഉപയോഗിക്കാറില്ല. മതസൗഹാർദ്ദത്തിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയുണ്ടായി. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഒരു മതസൗഹാർദ്ദ അന്തരീക്ഷത്തിൻ്റെ മുകളിലാണ് ഡോക്ടർ അംബേദ്കറും ജവഹർലാൽ നെഹ്റുവൊക്കെ ചേർന്ന് നമ്മുടെ ഇന്നത്തെ ആധുനിക ഇന്ത്യയുടെ മതേതര ജനാധിപത്യ രാഷ്ട്രീയ ഘടന രൂപപ്പെടുത്തിയെടുക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഇന്ത്യയുടെ ഒരു അടിസ്ഥാനം അത്ര ദുർബലമല്ല എന്നാണ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. ശക്തമായൊരു മതേതര ജനാധിപത്യ അടിസ്ഥാനം നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനു മുകളിൽ ഈ ഹിന്ദുത്വവാദികൾ അവകാശപ്പെടുന്നത് പോലുള്ളൊരു ഹിന്ദുത്വ ബോധം വളരെ പെട്ടെന്ന് അടിച്ചേൽപ്പിക്കുക എളുപ്പമല്ല. തീർച്ചയായിട്ടും ഭരണഘടനാ സംവിധാനങ്ങൾ അധികാര സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പലതും ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. ഇലക്ഷൻ കമ്മീഷനെ വരെ താരതമ്യേന സ്വതന്ത്രവും നിഷ്പക്ഷവുമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ലോക നിലവാരത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനെ വരെ സർക്കാരിൻ്റെ ഒരു ഉപകരണമാക്കി മാറ്റുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ നേതൃത്വം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വലിയൊരു ഭീഷണി തന്നെയാണ്. പക്ഷേ ഇതിനെ നേരിടാൻ കഴിയുന്ന രീതിയിൽ ചില യാഥാർത്ഥ്യങ്ങൾ കൂടി ഞാൻ ഈ നേരത്തെ പറഞ്ഞ അടിസ്ഥാനത്തോടൊപ്പം തന്നെയുള്ള വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. അത് ഇന്ത്യയുടെ ഈ ബഹുഭാഷാ സ്വഭാവമാണ്. ഏകദേശം 30ഓളം വലിയ ഭാഷകൾ, നൂറുകണക്കിന് ചെറുഭാഷകളുള്ള വലിയ ഭാഷകളുള്ള അനവധി വ്യത്യസ്ത ഭാഷ, ഓരോ ഭാഷാ സമൂഹത്തിലും താരതമ്യേന നിയന്ത്രണങ്ങളുണ്ടെങ്കിൽ തന്നെയും ഒട്ടേറെ അധികാരങ്ങളോടുകൂടിയ ഒരു ഫെഡറൽ സംവിധാനമാണ് നമ്മളിവിടെ നിലനിൽക്കുന്നത്. അത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. അതിനു മുകളിൽ ഇങ്ങനത്തെ അതായത് ഒരു വ്യത്യസ്ത ജനസമൂഹങ്ങളാണ്, വ്യത്യസ്ത സംസ്കാരങ്ങളാണ്, വ്യത്യസ്ത ജീവിത രീതികളാണ്. മലയാളിക്കും പഞ്ചാബിക്കും ആസാമിക്കും കാശ്മീരിക്കും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. അപ്പോൾ യൂറോപ്പിൽ 30ഓളം രാഷ്ട്രങ്ങൾ, വ്യത്യസ്ത രാഷ്ട്രങ്ങളുള്ളതുപോലെ തന്നെ അതിനേക്കാൾ സങ്കീർണമാണ് ഇന്ത്യയിലെ യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സങ്കീർണ യാഥാർത്ഥ്യവും നേരത്തെ പറഞ്ഞ മതേതര ജനാധിപത്യ അടിത്തറയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഹിന്ദുത്വവാദികളുടെ ലക്ഷ്യം നടപ്പിലാക്കിയെടുക്കുക എളുപ്പമല്ല. തീർച്ചയായിട്ടും അവർ അതിനു വേണ്ടിയുള്ള എല്ലാ ആസൂത്രണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയാണ്. ഞാൻ പറഞ്ഞു വരാൻ ശ്രമിച്ചത് തീർച്ചയായിട്ടും നമ്മളെപ്പോലെ മതേതര ജനാധിപത്യ തലത്തിൽ നിന്ന് ചിന്തിക്കുന്നവർക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന അടിസ്ഥാനം ഇവിടെയുണ്ട്. ആ അടിസ്ഥാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് ഇടപെടാൻ കഴിയും, രാഷ്ട്രീയവും സാമൂഹികവുമായ രീതിയിൽ ഈ യാഥാർത്ഥ്യത്തിൽ എങ്ങനെ ഇടപെടാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള. ഈ കോൺഗ്രസ്സിന് ഇനി അതിനുള്ള സാധ്യത ഉണ്ടോ? കോൺഗ്രസ്സിന് ഈ മതരാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസിൻ്റെ പഴയ പ്രഭാവം പോലെ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്? പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം. തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ഇത്തരമൊരു സാഹചര്യത്തെ നേരിടാൻ കഴിയേണ്ട ചരിത്ര പശ്ചാത്തലമുള്ള സംഘടന കോൺഗ്രസ് തന്നെയാണ്. പക്ഷേ നമുക്കറിയാം കുറേ കാലമായി അത് അങ്ങേറ്റം ദുർബലാവസ്ഥയിൽ എത്തിച്ചേരുകയുണ്ടായി. ആ ദുർബലാവസ്ഥയെ മറികടക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു നേതൃത്വം ഇല്ലാത്ത അവസ്ഥയും. രാഹുൽ ഗാന്ധി വ്യക്തിപരമായി നല്ല മനുഷ്യനൊക്കെയാണ്, നല്ല ഉദ്ദേശങ്ങളുണ്ട്, കഴിവുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട മെയ്വഴക്കവും അതിനുള്ള എന്താ പറയുക ഒരു ആസൂത്രണ വൈഭവങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി എന്നുള്ളത്
കോൺഗ്രസിൻ്റെ പങ്കിനെ അങ്ങേറ്റം ദുർബലപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു രാഹുൽ ഗാന്ധി മാത്രമല്ല, ഒരു നല്ല സംഘം അവരുടെ ചുറ്റുമുണ്ട് എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസ്സിനാണ് ശരിക്കും അത് കഴിയേണ്ടത്. പക്ഷേ അത് വേണ്ടത്ര ആകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എങ്കിലും കോൺഗ്രസിൻ്റെ മുൻകൈയിൽ എന്ന പേരിലെങ്കിലും ഒരു മതേതര ജനാധിപത്യ ശക്തികളുടെ ഒരു മുന്നണി രൂപം കൊണ്ട് നിൽക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യം തന്നെയാണ്. അതിന് ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ ഭീഷണി നമ്മുടെ മുന്നിലുണ്ട്. ഈ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഒരു ഇതാണ് ഇന്ത്യയിലെ ഒരു നിയമമാണ് വിവരാവകാശ നിയമം. ആ വിവരാവകാശ നിയമത്തെ അപ്പാടെ ഇവർ ദുർബലപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, ഇതും കോൺഗ്രസ് മുന്നോട്ട് വെച്ച പുതിയ നയങ്ങളുടെ ഭാഗമാണ്. അതിനെയും ഈ BJP ഗവൺമെൻറ് ഇല്ലാതാക്കിയിട്ടുണ്ട്. അപ്പം ഇനി കോൺഗ്രസ്സിന് അങ്ങനെ എന്തെങ്കിലും പുതിയൊരു നയം കൊണ്ടുവരാനോ, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ 10-12 വർഷം കാണുമ്പോഴും കോൺഗ്രസ് ഇതുവരെ ഈ മോദിക്കെതിരെ പ്രവർത്തിക്കുന്നതല്ല, പുതിയൊരു നയം ഇതുവരെ കൊണ്ടുവന്നായിട്ട് കാണാൻ പറ്റില്ല. എങ്ങനെ നമുക്കിത് മുന്നേറാൻ പറ്റും? ഈ പറയും പോലെ വിദ്യാഭ്യാസത്തിൽ മതരാഷ്ട്രീയം കലർത്തി കൊണ്ടുവന്നു. എല്ലാ മേഖലയിലും അവരുടേതായ ആശയങ്ങൾ ശക്തമായി കൊണ്ടുപോവുകയാണ്. അപ്പം പ്രത്യേകിച്ച് പ്രാദേശിക പാർട്ടികളായ മമതയുടെ പാർട്ടിയെ ഇല്ലാതാക്കി പല പാർട്ടികളെ സ്പ്ലിറ്റ് ആയിരുന്നുണ്ട്. പല മേഖലയിലും അവരുടേതായ ആശയങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ ഒരു നയം മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കേണ്ടത്? തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ പാരമ്പര്യം അനുസരിച്ച് അവർക്ക് ഇതിന് കഴിയേണ്ടതായിരുന്നു. BJPയുടേതുപോലുള്ള ഒരു മതാധിഷ്ഠിത ഫാസിസ്റ്റ് പ്രവണതയുടെ ഇരുണ്ട ശക്തികളെ നേരിടാൻ കഴിയേണ്ട ഒരു ചരിത്ര പാരമ്പര്യം കോൺഗ്രസ്സിന് തന്നെയാണുള്ളത്, സംശയമില്ലാത്തതാണ്. പക്ഷേ ആ പാരമ്പര്യം ഏറ്റെടുത്തുകൊണ്ട് ആധുനിക സാഹചര്യങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു നേതൃത്വം കോൺഗ്രസ്സിന് ഇപ്പോൾ ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോൺഗ്രസ് കൂടാതെയുള്ള കുറേ മതേതര ജനാധിപത്യ ശക്തികൾ കൂടി ഇന്ന് ഇന്ത്യയിലുണ്ട്. ഓരോ സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ടുള്ളതാണെങ്കിൽ തന്നെയും അങ്ങനെയുള്ള വലിയൊരു കൂട്ടായ്മയുടെ ഒരു സംഘടിത ശ്രമത്തിലൂടെ മാത്രമേ ഇതിനെ നേരിടാൻ കഴിയുള്ളൂ. അത് തീർച്ചയായിട്ടും പല ദൗർബല്യങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷേ വേറെ മാർഗങ്ങൾ നമ്മുടെ മുന്നിലില്ല എന്നുള്ളൊരു നിസ്സഹായാവസ്ഥ. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇനി എന്തെങ്കിലും ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? എനിക്കൊന്ന് എത്രയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ത്യയിൽ ഉണ്ടോയെന്ന് തോന്നുന്നു. ഇവർക്ക് ഐക്യപ്പെട്ടു ഒറ്റ ഗ്രൂപ്പായിക്കുന്നതുകൊണ്ട് ഈ ഫാസിസ്റ്റ് മതരാഷ്ട്രീയത്തിനെതിരെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും? കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്ത്യയിൽ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിലയിരുത്തുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ പ്രധാന കാരണം ഇന്ത്യൻ സമൂഹത്തെ മനസ്സിലാക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാർ ആരംഭം മുതൽക്കേ പാളിപ്പോയി. ഇന്ത്യയിലെ വർണ്ണജാതി വ്യവസ്ഥയെ മനസ്സിലാക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു കാലത്തും കഴിഞ്ഞില്ല, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. വർണ്ണജാതി വ്യവസ്ഥ ഇന്ത്യയുടെ മാത്രം സവിശേഷമായ അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമായ ദീർഘകാല പാരമ്പര്യത്തിലൂടെ ഉയർന്നു വന്ന ജനാധിപത്യ വിരുദ്ധമായൊരു സാമൂഹ്യ ഘടനയാണ്. ആ ഘടനയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലിടപെടാനും അതിനെ മാറ്റി തീർക്കാനുമുള്ള ഇടപെടലാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ലക്ഷ്യം വച്ചിരുന്ന പോലത്തെ ഒരു സാമൂഹ്യ പരിവർത്തനം, സാമൂഹിക വിപ്ലവം എന്നൊന്നും പറയണമെങ്കിൽ ഒരു പരിവർത്തനമെങ്കിലും നടപ്പിലാക്കിയെടുക്കണമെങ്കിൽ വേണ്ടിയിരുന്നത്. പക്ഷേ ആരംഭം മുതൽക്കേ കമ്മ്യൂണിസ്റ്റുകാർ തങ്ങളുടെ വർഗ വീക്ഷണത്തിൽ ഒതുങ്ങിയെന്നുകൊണ്ട്, വർഗ ന്യൂനീകരണം എന്ന് പറയാം, വർഗ വീക്ഷണത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ക്ലാസ് റിഡക്ഷനിസ്റ്റ് സമീപനം എന്ന് പറയാവുന്ന ഒരു സമീപനത്തിലാണ് അവർ കുടുങ്ങിക്കിടന്നത്. പാശ്ചാത്യ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന ഈ വർഗ സമര സിദ്ധാന്തവും വർഗ വീക്ഷണവും ഇന്ത്യൻ സാഹചര്യത്തിന് ചേരുന്നതേ ആയിരുന്നില്ല. അന്ന് ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഉള്ള സമയത്ത് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ബോംബെയിൽ കമ്മ്യൂണിസ്റ്റുകാർ ആദ്യം ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുന്നു. ബോംബെയിലും കൽക്കട്ടയിലും മദ്രാസിലും ഉള്ള ട്രേഡ് യൂണിയനുകളിലൂടെയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തനം തുടങ്ങുന്നത്. ആ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുമ്പോൾ
സ്വാഭാവികമായിട്ടും ഫാക്ടറിയിൽ ഇപ്പോൾ ബോംബെയിൽ അന്ന് ടെക്സ്റ്റൈൽ മില്ലുകളാണ് അധികമുള്ളത്. ഈ ടെക്സ്റ്റൈൽ മില്ലുകളെ തൊഴിലാളികളെ മുഴുവനും യൂണിയനിലാക്കുന്നു. പക്ഷേ ഈ തൊഴിലാളികളിൽ എല്ലാ ജാതി മതസ്ഥരുണ്ട്. അവരൊക്കെ അവരവരുടെ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോൾ പഴയ ആളുകൾ തന്നെയാവുന്നു. ബ്രാഹ്മണനും ക്ഷത്രിയനും ദളിതനും ഒക്കെ ആവുന്നു. അവിടെ വരുമ്പോൾ ഈ ഐത്തവും ഇതെല്ലാം തന്നെ ഗ്രാമത്തിൽ പ്രകടമാകുന്നു. പട്ടണത്തിൽ വരുമ്പോൾ, ഫാക്ടറിയിൽ വരുമ്പോൾ എല്ലാവരും യൂണിയനിൽ ഏകീകരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിൽ ഒരുമിച്ച് നിൽക്കുന്നു. പക്ഷേ അവർ യഥാർത്ഥ ജാതിയെ മറികടക്കാൻ ശ്രമിക്കുന്നില്ല. ഈ യാഥാർത്ഥ്യം പലതവണ കമ്മ്യൂണിസ്റ്റുകാരുടെ മുന്നിൽ ഉയർന്നു വന്നെങ്കിലും ഇതിനെ മറികടക്കാനുള്ള പ്രായോഗികമായ ഒരു പദ്ധതിയും മുന്നോട്ട് വയ്ക്കാനും ഗെയ്ലോംബെത്ത് എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ ചരിത്ര പണ്ഡിത ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിലൊരു ദളിത് നേതാവിനെ വിവാഹം കഴിച്ച് ഇന്ത്യയിൽ തന്നെ താമസിച്ച് ഇന്ത്യയിലെ ഈ വർണ്ണജാതി വ്യവസ്ഥയെക്കുറിച്ച് വളരെ സമഗ്രമായ ശാസ്ത്രീയമായ പഠനം നടത്തിയിട്ടുള്ള സ്ത്രീയാണ്. അവർ ഗെയ്ലോംബെത്തിൻ്റെ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ പോയത് എന്നുള്ള ഈ യാഥാർത്ഥ്യം അവർ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ അന്ന് ഈ മഹാത്മാ ഫൂലെയുടെയൊക്കെ നേതൃത്വത്തിലുള്ള സത്യശോധക പ്രസ്ഥാനമുണ്ട്. സാവിത്രി ഫൂലെയുടെയൊക്കെ നേതൃത്വത്തിലുള്ള സ്ത്രീകളുടെ പ്രസ്ഥാനം ഇതെല്ലാം സജീവമായിട്ടുണ്ട്. അത്തരം പ്രസ്ഥാനങ്ങൾ ശരിക്കും അവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിൽ വരെ സ്വാധീനം ചെലുത്തിയിരുന്നു. അതിലേക്ക് കടന്നു ചെല്ലാൻ കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറായില്ല. അത്തരം സംഘടനകളെ അവർ വളരെ പുരോഗമനപരമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ അതിൽ നിന്നൊക്കെ മാറി ഇന്ന് ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരുന്നു. സ്വാഭാവികമായിട്ടും അത്തരം പ്രസ്ഥാനങ്ങൾ പിന്നീടുള്ള ഈ കോൺഗ്രസിൻ്റെയൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളർന്നു വരുന്നത് ആ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ സാമൂഹ്യ നവോത്ഥാന പ്രക്രിയകൾ മുന്നോട്ട് പോയിട്ടും അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെടാൻ കമ്മ്യൂണിസ്റ്റുകാർ പൂർണ്ണമായും പരാജയപ്പെടുകയുണ്ടായത്. അതിന് ഈ വർണ്ണജാതി വ്യവസ്ഥയുടെ സങ്കീർണതകൾ മനസ്സിലാക്കാൻ അവർക്ക് കഴിയാതെ പോയി, അവരുടെ ഈ വർഗവീക്ഷണം നിമിത്തം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായൊരു പശ്ചാത്തലം ഉണ്ടായത് ഗെയ്ലോംബെത്ത് അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വാധീനം ഉണ്ടാകാനിടയായ കാരണം അത് ശ്രീനാരായണ അയ്യങ്കാളി പ്രസ്ഥാനങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലൂടെ ഇവിടെ വളർന്നു വന്ന ഒരു പ്രത്യേക സാഹചര്യത്തെ അതിൻ്റെ തുടർച്ച എന്ന രീതിയിലാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇവിടെ ഇടപെടാൻ കഴിഞ്ഞത്. അത് വേറൊരു സാഹചര്യം എന്ന രീതിയിലാണ്. മാത്രമല്ല ഇവിടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ വളർന്നു വന്ന ഒരു അധൂപി കോൺഗ്രസ്സിലൂടെയും മറ്റേ നിവർത്തന പ്രക്ഷോഭത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ സജീവമല്ല. അന്നത്തെ സാമൂഹ്യ നവോത്ഥാന പ്രക്രിയയിലൂടെയൊക്കെ കടന്നു വന്നവരായിരുന്നു ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ട് അവർക്ക് കേരളത്തിൽ ഒരു വലിയ പരിധിവരെ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു. ബംഗാളിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ അന്നത്തെ ഒരു തേഭാഗ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞൊരു കർഷക പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അതിൽ കമ്മ്യൂണിസ്റ്റുകാർ സജീവമായി ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത്. ബാക്കിയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റുകാർ പൂർണ്ണമായും പരാജയപ്പെടുകയാണ് ഈ വർണ്ണജാതി വ്യവസ്ഥയെ നേരിടാൻ കഴിയാതെ. ഈ കെ വേണുവിൻ്റെ നേതൃത്വത്തിൽ 2014-15 ആണെന്ന് തോന്നുന്നു ഫിഫ്ത്ത് എസ്റ്റേറ്റ് എന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ട് വന്നു. ഞാനൊക്കെ അതിൽ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ട്. ആ സംഘടന നോട്ടീസിൻ്റെ ഇരിപ്പുണ്ട്. അതിൻ്റെ ആദ്യത്തെ വാചകം ഇങ്ങനെയാണ്: ഇതൊരു മാതൃകാപരമായ ജനാധിപത്യ രാഷ്ട്രീയ വേദിയാണ്. സന്നദ്ധ പ്രവർത്തനമാണ് ഇതിൻ്റെ അടിസ്ഥാനം. ജനാധിപത്യത്തെ സംരക്ഷിക്കാനും വികസിപ്പിക്കാനും നമുക്ക് സംഘടിതമായി ശ്രമിക്കാം. സത്യാന്വേഷണത്തിൻ്റെ പാതയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഫിഫ്ത്ത് എസ്റ്റേറ്റ് അന്ന് സക്കറിയ ഉൾപ്പെടെ ആൾക്കാർ ട്രിവാൻഡ്രത്ത് പ്രവർത്തിച്ചൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഇനി എന്തെങ്കിലും സാധ്യത ഉണ്ടോ അത്തരം പ്രവർത്തനങ്ങൾക്ക്? അന്ന് ഫിഫ്ത്ത് എസ്റ്റേറ്റ് എന്നുള്ള പേര് തന്നെ ഞങ്ങൾ നൽകുന്നത് സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന 4 എസ്റ്റേറ്റുകളുണ്ടല്ലോ. ഈ ജുഡീഷ്യറി, ഗവൺമെൻറ്, പിന്നെന്താണ് വേറൊന്നും കൂടി ഉണ്ടല്ലോ, പത്രപ്രവർത്തനം, അത് നാലാമത്തത്. 3 ഒരെണ്ണം കൂടി ഉണ്ട് ഇവിടെ, എക്സിക്യൂട്ടീവ്. അതെ. അപ്പോൾ ഈ 4 തൂണുകളാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ അടിസ്ഥാനമായി കണക്കാക്കുന്നത്. അപ്പോൾ ഇത് കൂടാതെ ഒരു 5ാമത്തെ തൂണ് കൂടി എന്ന് പറഞ്ഞാൽ
സിവിൽ സമൂഹം എന്നാണ് ഞങ്ങൾ അന്ന് ഉദ്ദേശിച്ചത്, പൊതു പൗരസമൂഹം. ആ പൗരസമൂഹത്തെ തന്നെ പൗരസമൂഹം അസംഘടിതമായി നിൽക്കുന്നു. ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ അതിൽ ഇടപെടുന്നുണ്ടെങ്കിൽ തന്നെയും പൗരസമൂഹത്തിൻ്റെ എന്താ പറയുക, ആ ജനാധിപത്യ പ്രക്രിയ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന ഒരു പ്രസ്ഥാനത്തിന് പ്രസക്തിയുണ്ട് എന്നുള്ളൊരു സങ്കല്പം അടിസ്ഥാനമാക്കിയാണ് അത് ഞങ്ങളന്ന് തുടങ്ങുന്നത്. അന്ന് നമ്മുടെ ആനന്ദ്, പിന്നെ വേറെ ആരൊക്കെയുണ്ടല്ലോ, NM പിയേഴ്സൺ, അങ്ങനെ ഓർക്കുന്നില്ല, 3-4 പേര് മുൻകൈ എടുത്തിട്ടാണ് അങ്ങനത്തെ ഒരു പൊതു രേഖ തയ്യാറാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത് കുറച്ച് നാൾ പ്രവർത്തിച്ചു. കുറേ പ്രദേശങ്ങളിൽ അതിൻ്റെ കമ്മിറ്റികളും സാധനങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അത് അധികം മുന്നോട്ട് പോയില്ല. സ്വാഭാവികമായി അതങ്ങ് അതായി പോവുകയാണ് ചെയ്തത്. കാരണം അതിനു വേണ്ടിയുള്ള പ്രത്യേകിച്ചൊരു സംഘടനാ സംവിധാനം, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയൊക്കെ പോലുള്ളൊരു കെട്ടുറപ്പുള്ള സംഘടനാ സംവിധാനം ഉണ്ടാകുന്ന അപകടകരമാണെന്ന് കരുതിയതുകൊണ്ട് അങ്ങനെയുള്ള സംഘടനാ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഈ കേരളത്തിലെ ഇപ്പം പല മേഖലകളിലും പല ജില്ലകളിലും എന്തെങ്കിലുമൊക്കെ സ്വതന്ത്രമായുള്ള പ്രവർത്തനം ചെയ്യുന്നത് യുക്തിവാദി പ്രവർത്തകരാണ്. നമ്മൾ കാണുന്നതാണ്. അവിടെ തൃശ്ശൂരായാലും തിരുവനന്തപുരത്തായാലും കൊല്ലത്തായാലും പല മേഖലയിലും പല യുക്തിവാദി ഗ്രൂപ്പുകളും ഇപ്പോൾ ഈ സ്വതന്ത്ര ചിന്താ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, രാഷ്ട്രീയതീതമായി. ആ പ്രവർത്തനത്തെ വേണു എങ്ങനെയാണ് ഇപ്പോൾ ഈ വിലയിരുത്തുന്നത്? ഈ ആധുനിക കാലത്ത് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? യുക്തിവാദി പ്രസ്ഥാനമായിട്ട് ആരംഭം മുതൽക്കേ, എൻ്റെ ചെറുപ്പകാലം മുതൽക്കേ ബന്ധമുള്ള ഒരാളാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ഞാൻ എഴുതാൻ തുടങ്ങുന്നത് തന്നെ ഞാൻ MSc പഠിക്കുന്ന സമയത്താണ്. ജനേകം വാരികയിൽ ഭഗവത്ഗീത 20-ാം നൂറ്റാണ്ടിൽ നിന്നും പറഞ്ഞൊരു പരമ്പര എഴുതിയാണ് ഞാൻ. എൻ്റെ ആദ്യത്തെ എഴുത്തതാണ്. അതിനു മുമ്പ് ചില ലേഖനങ്ങളൊക്കെ, അന്വേഷണം, സമീക്ഷ പോലൊക്കെയുള്ള ചില പ്രസിദ്ധീകരണങ്ങൾ, ചില ലേഖനങ്ങളൊക്കെ എഴുതിയിരുന്നെങ്കിലും വലിയൊരു എഴുത്തെന്ന് പറയുന്നത് ഇതായിരുന്നു. ഭഗവത്ഗീത 20-ാം നൂറ്റാണ്ട്. ഭഗവത്ഗീതയെയും ഉപനിഷത്തുകളെയും നിശിതമായി വിമർശിച്ച് തകർത്ത് കളയുന്ന രീതിയിലുള്ള ഒരു എഴുത്തായിരുന്നു അത്. അന്ന് യുക്തിവാദികളുടെ ആദ്യത്തെ സംസ്ഥാന സമ്മേളനം തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിൽ 67 ഡിസംബറിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അന്ന് എൻ്റെ ഈ ലേഖനം ഇതിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാനന്ന് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ MSc പഠിക്കുകയാണ്. അപ്പോൾ ക്രിസ്മസ് വെക്കേഷന് വീട്ടിലേക്ക് വരാൻ വേണ്ടി, കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഇങ്ങോട്ട് വരുമ്പോഴാണ് തൃശ്ശൂരിൽ ഒരു സമ്മേളനം നടക്കുന്നു എന്നുള്ള റിപ്പോർട്ട് കേൾക്കുകയും ഞാൻ ആ സമ്മേളനത്തിൽ ചെല്ലുന്നു. അപ്പോൾ റീജിയണൽ തിയേറ്ററിൽ നിറയെ ആളുകളുണ്ട്. വലിയൊരു യുക്തിവാദികളുടെ ആദ്യത്തെ സംസ്ഥാന സമ്മേളനമാണ്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ് അധ്യക്ഷൻ. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, MC ജോസഫ് തുടങ്ങിയിട്ടുള്ള അന്നത്തെ പ്രമുഖരായ യുക്തിവാദികളാണ്. അപ്പോൾ പ്രധാന പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞ് ശ്രോതാക്കളിൽ നിന്ന് അഭിപ്രായം പറയാൻ ആളുകൾ വിളിച്ചു കൂട്ടത്തിൽ ഞാനും പേര് കൊടുത്തു. ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ അവസരം കിട്ടിയിരുന്നു. അപ്പം അന്ന് ഞാൻ ഈ ഭഗവത്ഗീത 20-ാം നൂറ്റാണ്ടിൽ ചെയ്തിരുന്നത് ഗീതയെ വിമർശിക്കുന്നതോടൊപ്പം തന്നെ ആധുനിക ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് മറുപടി. ഇപ്പോൾ ജീവാത്മാവ് എന്നൊക്കെ പറഞ്ഞ് ഭഗവത്ഗീത പറയുന്നതിന് മറുപടി ഞാനന്ന് DNA RNA ഒക്കെ കണ്ടെത്തി ജീവനെക്കുറിച്ചുള്ള ശാസ്ത്രീയ സിദ്ധാന്തങ്ങളൊക്കെ വന്നിട്ടുള്ള കാലമാണ്. അപ്പം അങ്ങനെ ഭഗവത്ഗീതയിലെ ഓരോ സങ്കല്പങ്ങളെയും യുക്തിപരമായി ഖണ്ഡിച്ചതിന് ശേഷം ആധുനിക ശാസ്ത്രം അതിന് നൽകുന്ന മറുപടി പറയുന്ന രീതിയാണ് ഞാനതിൽ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ഏറെക്കുറെ അങ്ങനെയുള്ള പൊതു ശാസ്ത്ര കാഴ്ചപ്പാട് മൊത്തത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ അവിടെ വിശദീകരിച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. അപ്പോഴാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്നെ വിളിച്ചു. ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ പോവായിരുന്നു. എന്നിട്ട് അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, ജനയുഗത്തിൽ എഴുതുന്ന വേണുവാണോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞൊരു ആകെ ബഹളമായി അവിടെ. പ്രധാന കാരണം വേറൊന്നുമല്ല, ഞാനന്നൊരു വിദ്യാർത്ഥി, ഒരു പയ്യൻ, ചെറിയൊരു പയ്യൻ മാത്രമാണ്. മീശ മുളയ്ക്കാത്ത പയ്യൻ എന്നൊക്കെ ഇവിടെ പറയാം. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇതുപോലുള്ള ഈ ഉപനിഷത്തുകളും ഭഗവത്ഗീതയൊക്കെ ഇങ്ങനെ വിമർശിച്ച് ഇത്രയും എഴുതി എന്നുള്ളതായിരുന്നു ഒരു പ്രശ്നം. അപ്പോൾ ഉടനെ എല്ലാ യുക്തിവാദികളുടെ സകല മീറ്റിങ്ങുകൾക്കും ക്ലാസ് എടുക്കാൻ വിളിക്കലായി പിന്നീട് അത് കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ. അപ്പം അങ്ങനെയാണ് യുക്തിവാദി പ്രസ്ഥാനമായിട്ടുള്ള ഒരു ബന്ധം വന്നത്. പക്ഷേ പിന്നീട് ഞാൻ
ഞാനന്ന് തന്നെ യുക്തിവാദത്തെ കണ്ടിരുന്നത് വേറൊരു രീതിയിലാണ്. യുക്തിവാദം എനിക്കന്ന് ഫിലോസഫി, സയൻസിനോടൊപ്പം തന്നെ ഫിലോസഫിയിലും വിപുലമായ ഇതായിരുന്നു. അപ്പം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വശാസ്ത്ര ശാഖകളെക്കുറിച്ചൊക്കെ ഏറെക്കുറെ നല്ല ധാരണ അന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് യുക്തിവാദത്തെ ഒരു തത്വശാസ്ത്രപരമായ ഒരു ദർശനം അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ചിന്താ പദ്ധതി എന്ന രീതിയിൽ കാണാൻ കഴിയില്ല എന്ന നിലപാടാണ് എനിക്കെടുത്തത്. അതേസമയം അന്ധവിശ്വാസങ്ങൾക്കെതിരായ ഒരു പ്രവർത്തന പദ്ധതി, പ്രവർത്തന ഉപാധി എന്ന രീതിയിൽ യുക്തിവാദത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ അംഗീകരിച്ചിരുന്നു. അതുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ സഹകരിക്കാൻ തയ്യാറാകുന്ന ഒരു സമീപനം ഉണ്ടായത്. പക്ഷേ അതേസമയം പിൽക്കാലത്ത് ഈ അടുത്ത കാലത്ത് ചില യുക്തിവാദി സമ്മേളനങ്ങളിൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. യുക്തിവാദി സമ്മേളനങ്ങൾ ഞാൻ അന്ന് പറഞ്ഞില്ല, അന്നത്തെ ഞങ്ങളുടെ ആദ്യത്തെ റീജിയണൽ തിയേറ്റർ സമ്മേളനം എന്ന് പറഞ്ഞാൽ വലിയൊരു ആൾക്കൂട്ടം അങ്ങനെയായിരുന്നു. വളരെ ജനങ്ങളധികം അന്ന് യുക്തിവാദി സമ്മേളനത്തിലൊക്കെ പങ്കെടുക്കാൻ ആളുകൾ, അതായത് അന്ധവിശ്വാസങ്ങൾക്കൊക്കെ എതിരായി സമരം ചെയ്യുന്നൊരു വലിയ വേദി എന്ന രീതിയിൽ അതിന് വലിയ പ്രസക്തിയും പിന്തുണയും ഉണ്ടായിരുന്നു. സാധാരണക്കാരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പിന്നീട് അത് കുറഞ്ഞു വരുന്നൊരവസ്ഥ കാണാം. അപ്പോൾ സമീപകാലത്തെ യുക്തിവാദി സമ്മേളനങ്ങൾ ഞാൻ പലപ്പോഴും പങ്കെടുത്തപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഒരു 30, 40, 50 പേര് വരും പരമാവധി. അതിനപ്പുറത്ത് ഒരു യോഗം വിളിച്ചാൽ യുക്തിവാദികൾ എത്തുകയില്ല. അപ്പോൾ യുക്തിവാദം എന്ന് പറയുന്നത് സമൂഹത്തിലെ ഒരു ചെറിയ ന്യൂനപക്ഷത്തിൻ്റെ ഒരു വിഷയം എന്ന രീതിയിലേക്ക് ഒതുങ്ങിപ്പോയ ഒരു സാഹചര്യമുണ്ട്. അതിനെ മറികടക്കണമെങ്കിൽ അത് ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അത് യുക്തിവാദി പ്രസ്ഥാനത്തിലുള്ളവർ തന്നെയാണ്. അത് ഞാൻ ചില യുക്തിവാദി സമ്മേളനങ്ങൾ പങ്കെടുത്തപ്പോൾ ഞാനത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നിങ്ങളിതിനെ മറികടക്കാനുള്ള, അതായത് കൂടുതൽ ജനങ്ങളെ ഇതിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന രീതികൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ പരിമിതി എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതാണ്, ഈ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവവിശ്വാസം എന്ന് പറയുന്നത് അവർക്കൊരു അത്താണിയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ മാനസികവും മറ്റു രീതിയിൽ സാമൂഹ്യവും കുടുംബപരവും ഒക്കെ ആയിട്ടുണ്ടാകുന്ന ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ ആ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഒരു താങ്ങ് എന്ന രീതിയിലാണ് ദൈവത്തെ ആശ്രയിക്കുന്നത്. അപ്പോൾ ദൈവസങ്കല്പം എന്നുള്ളത് സാധാരണ മനുഷ്യരുടെ മുന്നിൽ ഒരു അത്താണിയാണ്, അവർക്കതൊരു താങ്ങാണ്. അതാണ് പ്രശ്നം. അവരത് അതിൻ്റെ ഈ ദൈവത്തിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ചോ യഥാർത്ഥ ദൈവമുണ്ടോ എന്നാണ് ദൈവം ഇതൊന്നും മനസ്സിലാക്കിയിട്ടല്ല. പക്ഷേ നമുക്കെല്ലാം അതീതമായ ഒരു ശക്തി നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന രീതിയിലുണ്ട് എന്നുള്ള ഒരു വിശ്വാസം. ആ വിശ്വാസം ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ഞാനീ പറഞ്ഞ ഒരു അത്താണിയാണ്. അതാണ് അത് നിലനിൽക്കുന്നത്. അപ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ സാമൂഹ്യമായ ഇടപെടൽ തന്നെ ആവശ്യമുണ്ട്. നമ്മൾ ദൈവമില്ല, അത് അന്ധവിശ്വാസമാണ് എന്ന് വെറുതെ പറഞ്ഞതുകൊണ്ട് മാത്രം ജനങ്ങളെ എനിക്ക് ആവശ്യം. ഈ അഭിപ്രായങ്ങൾ ഈ മാറുന്നത്, പ്രത്യേകിച്ച് കെ വേണുവിനെ കുറിച്ചുള്ള ഇതാണ് അവസരവാദി എന്നൊക്കെ പറഞ്ഞിട്ട് അവസരോചിതമായി മാറുന്നു എന്നാണ്. അപ്പോൾ ഈ അഭിപ്രായങ്ങൾ മാറുന്നത് ഒരു ഭൗതികപരമായൊരു വളർച്ചയായി കരുതുന്നുണ്ടോ? വളർച്ചയോ തളർച്ചയോ എന്നൊന്നും ഞാൻ പറയാനില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന യാഥാർത്ഥ്യങ്ങളെ ഓരോ സമയത്തും സത്യസന്ധമായി നേരിടാൻ ശ്രമിച്ചു പോന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഓരോ മാറിയ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്ന സാഹചര്യങ്ങളെ ഞാൻ നോക്കിക്കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. കണ്ട കാര്യങ്ങൾ പറയാനും ശ്രമിച്ചിട്ടുണ്ട്. സത്യസന്ധനാവണമെന്നുണ്ടെങ്കിൽ എനിക്ക് ധൈര്യം വേണം. ഇത് രണ്ടും എനിക്കുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. സത്യത്തെയും ധൈര്യത്തെയും ആസ്പദമാക്കിയുള്ളൊരു ബൗദ്ധിക ജീവിതമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ ഏതൊക്കെ ഘട്ടത്തിൽ എന്തൊക്കെ ചെയ്തതോ അതിലൊക്കെ തെറ്റുപറ്റിയോ മാറിയോ എന്നുള്ളതൊന്നും പറഞ്ഞാൽ ഞാൻ ആ രീതിയിൽ വിശകലനം ചെയ്യാൻ തയ്യാറല്ല. കാരണം ഓരോ സന്ദർഭത്തിലും ശരിയെന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് ആ സന്ദർഭത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വിലയിരുത്തേണ്ടത്. ഈ ദീർഘകാല രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൽ കേരളീയ സമൂഹത്തോട് എന്തെങ്കിലും പറയാൻ ഉണ്ടോ? നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാൻ തോന്നുന്നു. എന്തെങ്കിലും നമുക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് കേരളീയ സമൂഹത്തോട് വേണുവിൻ്റെ അഭിപ്രായം? കേരളീയ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിസ്ഥാനപരമായൊരു ജനാധിപത്യ പ്രക്രിയയിലൂടെ കടന്നു വന്ന ഒരു സമൂഹമാണ്.
അതിൻ്റെ ഭാഗമായുള്ള രാഷ്ട്രീയവൽക്കരണവും നടത്തുന്ന സമൂഹമാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അതിൽ നമ്മൾ വളരെ മുന്നിലാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ പൊതുവിലൊരു എന്താ പറയുക, ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് സമൂഹം പൊതുവായി മാറുകയുണ്ടായി. ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊതുവിൽ ഈ മുതലാളിത്തത്തെ നിരാകരിക്കുകയും സോഷ്യലിസത്തെ അംഗീകരിക്കുകയും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നൊരു സമീപനമാണ്. മലയാളികൾ പൊതുവിൽ സോഷ്യലിസത്തെ അംഗീകരിക്കുന്നവരും മുതലാളിത്തത്തെ എതിർക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഇടതുപക്ഷം വലതുപക്ഷം എന്നുള്ള രാഷ്ട്രീയ ഭേദമൊന്നും അധികം ഇല്ലാതെ തന്നെ പൊതുവിൽ അങ്ങനെ കരുതുന്നൊരു ഇതാണ്. PVD സതീശൻ തന്നെ നേരത്തെ പ്രതിപക്ഷ നേതായിരിക്കുന്ന സമയത്തൊരു പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്, കോൺഗ്രസ്സുകാരൻ തന്നെ ഇടതുപക്ഷം. അപ്പോൾ മൊത്തത്തിൽ ഇടതുപക്ഷം എന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ ഇന്നത്തെ വലിയൊരു പരിമിതിയും അതുതന്നെയാണ് എന്നുള്ളതാണ്. കാരണം ഇടതുപക്ഷം എന്ന ആ വീക്ഷണത്തിൽ ഈ സ്വകാര്യത്വത്തിനെ എതിർക്കുകയും പൊതുസമ്പത്തിനെ അനുകൂലിക്കുകയും ചെയ്യുന്ന മനോഭാവം അടിസ്ഥാനപരമായി ജനാധിപത്യ വിരുദ്ധമാണ്. കുറച്ച് പറഞ്ഞതാണ്, ഈ റീഗൻ അമേരിക്കയിലെ കുത്തക മുതലാളിമാരുടെ ഒരു മാനേജരാണ്, അമേരിക്കൻ പ്രസിഡൻറ്റ്. ഞാനാകട്ടെ സോവിയറ്റ് യൂണിയനിലെ മുഴുവൻ സമ്പത്തിൻ്റെയും നിയന്താവാണ്. അതാണ് യാഥാർത്ഥ്യം. അതായത് സോവിയറ്റ് യൂണിയനിലെ മുഴുവൻ സമ്പത്തിൻ്റെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അവിടുത്തെ പാർട്ടിയുടെ നേതാവ്. ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തിൽ സംഭവിക്കുന്നത് ആ സമ്പത്തിൻ്റെ കേന്ദ്രീകരണമാണ്. അവിടെ ജനാധിപത്യം സാധ്യമേ അല്ല. ആ കേന്ദ്രീകൃതമായ സമ്പത്തിന് കേന്ദ്രീകൃതമായ ഒരു അധികാരവും ഉണ്ടാവുക സ്വാഭാവികമാണ്. പാർട്ടി സ്വാഭാവികമായി ആ കേന്ദ്രീകൃത അധികാരത്തിൻ്റെ പ്രതീകമായി മാറുന്നു. അവിടെ പിന്നെ ജനാധിപത്യം സാധ്യമില്ല. മുതലാളിത്തത്തിൽ സ്വകാര്യ സ്വത്ത്, ഇപ്പോൾ ഈ കുത്തക മുതലാളിമാരുടെ കാര്യം പറഞ്ഞു, കുത്തക മുതലാളിമാർ മാത്രമല്ല എല്ലാത്തരം മുതലാളിമാരും ഒരു മുതലാളിത്ത സമൂഹത്തിലുണ്ട്. മുതലാളിത്തത്തിലൂടെ സമ്പത്ത് വികേന്ദ്രീകരിക്കപ്പെടുന്നു. ഈ വികേന്ദ്രീകരിക്കപ്പെട്ട സമ്പത്തിൻ്റെ വിനിമയം നടക്കുന്ന വിപണി, ഇങ്ങനെ സ്വകാര്യ സ്വത്തിൻ്റെ വികേന്ദ്രീകരണവും അതിൻ്റെ വിനിമയ പ്രക്രിയയായ വിപണിയും കൂടി പ്രവർത്തിക്കുമ്പോഴാണ് ജനാധിപത്യം സാധ്യമാകുന്നത്. വിപണിയില്ലാത്ത, സ്വകാര്യ സ്വത്തില്ലാത്ത ഒരു സമൂഹത്തിൽ ജനാധിപത്യം സാധ്യമേയല്ല. ഈ വിപണിയെയും സ്വകാര്യ സ്വത്തിൻ്റെയും കുത്തകകളും അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ദുരുപയോഗങ്ങൾ, അതിനെ പല രീതിയിൽ കൈയടക്കി വയ്ക്കാൻ ശ്രമിക്കുന്നതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അതിനെ നേരിടേണ്ടത് ജനാധിപത്യ പ്രക്രിയയിലൂടെ, നിയമനിർമ്മാണങ്ങളിലൂടെയാണ്. സ്വകാര്യ സ്വത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട എന്താ പറയുക, അതിൻ്റെ ദുരുപയോഗങ്ങളെയും അതിൻ്റെ ആ രീതിയിലുള്ള മറ്റ് രീതിയിലുള്ള വ്യതിയാനങ്ങളെയും നേരിടേണ്ടത് ജനാധിപത്യപരമായി തന്നെ നിയമനിർമ്മാണങ്ങളിലൂടെയാണ്. ആധുനിക മനുഷ്യ സമൂഹം നേരിടാൻ പോകുന്നത് അത്തരമൊരു പ്രക്രിയയാണെന്നാണ് ഞാൻ കരുതുന്നത്. സംഭാഷണം അവസാനിക്കാതൊന്നും ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഇല്ല. അപ്പം നമുക്ക് ഈ സംഭാഷണം ഇവിടെ അവസാനിക്കാം. നന്ദി, കെ. വേണു.